ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ റിയാക്ഷൻ അല്ല ഗൈസ്. നമ്മൾ ഇന്നലെ വന്ന കൂലിയുടെ ട്രെയിലർ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നു. അതായത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഒരു സീൻ ബൈ സീൻ നിർത്തിയിട്ട് പറയാൻ പോകുന്നത്. സീൻ ബൈ സീൻ നിർത്തിയല്ല, ഞാൻ എൻ്റെ കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അത് നോക്കാം ഗൈസ്. നേരെ നമുക്ക് സംഭവത്തിലേക്ക് പോകാം ഗൈസ്. ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അത് ഒരു കടലിൻ്റെ നടുക്കായിട്ട് ഒരു ഹാർബറിൻ്റെ ഇവരുടെ പോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഗൈസ്. തൊട്ടടുത്തല്ല, കടലിൻ്റെ നടുക്കായിട്ടാണ്. അത് നിങ്ങൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് അതൊരു ബാറാണെന്ന് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നു നാഗാർജുനയൊക്കെ മറ്റേ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഏകദേശം എന്തോ ബാറാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നൈറ്റ് ഷോട്ടാണ്. പിന്നെ കാണിക്കുന്നത് ഒരു കല്ലറയാണ്. ഈ സൺ പിക്ചേഴ്സ് എന്ന് പേര് എഴുതി കാണിക്കുന്നൊരു ഷോട്ട് കല്ലറയിലാണ്. ഒരു വണ്ടി കൊണ്ട് നിർത്തുന്നതാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഷോട്ടുണ്ട്. നിങ്ങൾ ആ ട്രെയിലർ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ രജനീകാന്ത് ഒരു സാധനം തുറക്കുന്നതായിട്ട് കാണിക്കും ഗൈസ്. അത് എവിടെ പിക്ക് ഗൈസ് നോക്കട്ടെ. അല്ലാണ്ടേ രജനീകാന്ത് ഞാൻ ഇത് കാണിക്കും ഗൈസ്. ഞാൻ ഈ ലാപ്പിൽ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. രജനീകാന്ത് ഒരു എന്തോ തുറക്കുന്ന ഒരു മഴയത്ത് നിൽക്കുന്ന ഷോട്ടായിട്ട് കാണിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആ കല്ലറ തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. അതെനിക്ക് തോന്നുന്നു നിൽക്കുന്ന പുള്ളി ആരെ തപ്പി ആരുടെ കല്ലറ വന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ ഫേക്ക് കല്ലറ എന്തോ തുറന്ന് നോക്കുന്നതാണെന്ന് തോന്നുന്നു. മരിച്ചെന്നറിയുന്ന ഇപ്പം എന്നും പറഞ്ഞ് നോക്കുന്നതായിരിക്കും ഗൈസ്. കല്ലറ തുറന്നു നോക്കുന്നതായിരിക്കും. ആ ഒരു ഷോട്ടാണിത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഗൈസ് ഇവിടെ കുറേ സ്വിച്ച് ഓൺ ആക്കുന്നതും വാച്ച് കറക്കുന്നതും അതുപോലത്തെ കുറേ ഷോട്ട് കാണിക്കുന്നത്. ഈ സ്വിച്ച് ഓൺ ആക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ സ്വിച്ച് ഓൺ ആക്കിയും സത്യരാജ് സാധനം പിടിച്ച് ലിവർ പിടിച്ച് താക്കുകയും ചെയ്യുന്ന കാണുന്നുണ്ട് ഗൈസ്. അതെന്ന് വെച്ചാൽ എന്തോ എക്സ്പീരിമെൻ്റ് ചെയ്യുവാണ് ഗൈസ്. ഏതോ ഒരു അടഞ്ഞ സ്ഥലത്ത് എക്സ്പീരിമെൻ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൗബിൻ ഒരു കണ്ടെയ്നറിൻ്റെ മേളിൽ കുറേ വർക്കേഴ്സിൻ്റെ അടുത്ത് കയറി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി പുള്ളി മറ്റേ ഇത് തന്നെയാണ് ഗൈസ്. അതിനാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കൂലിയെ നമ്മുടെ രജനീകാന്തിനെ തപ്പി വരുന്നതായിരിക്കാം ചിലപ്പോൾ ആ ഷോട്ട്. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു സൗബിൻ്റെ അടുത്തായ നാഗാർജുനയുടെ വർക്കറായിട്ട് അങ്ങനെ ആയിരിക്കും ഗൈസ്. ഒരു രണ്ടാം മുതലാളി ഇതിനെല്ലാം നോക്കി നടത്താൻ വേണ്ടി. പുള്ളി നിൽക്കുന്ന കണ്ടെയ്നറിൻ്റെ പേര് നിങ്ങൾ പാർട്ടി പോലും നിങ്ങൾ മോണിക്കെന്ന് പറഞ്ഞ് പാർട്ടി നോക്കിയാൽ പോലും കാണാൻ പറ്റും. അവിടുത്തെ കണ്ടെയ്നറിലെല്ലാം കിങ് പിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കിങ് പിൻ ചിലപ്പോൾ നാഗാർജുന ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അമീർ ഖാൻ ആയിരിക്കും ഗൈസ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഞാൻ പറയാം എൻ്റെ കാരണം. ആൻഡ് അടുത്ത ഷോട്ടെന്ന് വെച്ചാൽ പുള്ളി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നശിച്ചു കിടക്കുന്ന ഒരു പൂളിൻ്റെ അകത്ത് എന്തോ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഉപേന്ദ്ര ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഉപേന്ദ്ര ഇപ്പോൾ ഉണ്ട്, സത്യരാജ് ഇപ്പോൾ ഉണ്ട്, ഒരു പെൺകൊച്ചിൻ ഇപ്പോൾ ഉണ്ട്, പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ബാക്കി. എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തോ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇവിടുത്തെ ട്രാൻസ്ഫോമർ അടിച്ചു പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് ഒരു ഇതും വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടാക്കാനുള്ള. അപ്പോൾ ആക്ച്വലി അപ്പോൾ എന്തോ എക്സ്പെരിമെൻ്റ് വെച്ചാൽ പുകഞ്ഞു പോവാൻ ഉപേന്ദ്രയാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടിട്ട് എനിക്ക് ഉപേന്ദ്രയായിരുന്നു, നാഗാർജുന അല്ല, ഉപേന്ദ്രയാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നാഗാർജുനയുടെ എൻട്രി ആണെന്ന് തോന്നുന്നു ഗൈസ്. പുള്ളി കൊടൂര വില്ലൻ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഷോട്ടാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഷോട്ടും ഉണ്ട് ഗൈസ്. പുള്ളി നേരെ നടന്നു വരുന്ന കുറേ വർക്കേഴ്സിൻ്റെ ഇടയിലോട്ടാണ്. അവിടെ ഗൈസ് എനിക്ക് തോന്നുന്നു ഹാർബറിൻ്റെ അടുത്ത് കുറേ കൽക്കരി പോലത്തെ എന്തോ മൈനിങ് സ്ഥലവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടത്തേക്ക് പുള്ളി നടന്നു വരുന്ന ഷോട്ടാണ്, ഒരു വെള്ള സ്യൂട്ടിട്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഷോട്ടായിട്ട് പുള്ളി ആരെയോ കൊന്നിട്ട് പുള്ളി ഒരു ചുറ്റിയിൽ പിടിച്ചിരിക്കുന്ന ഒരു ഷോട്ടും ഉണ്ട്. മനസ്സിലായോ? ആ ചുറ്റിയിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ KGF-ൽ പുള്ളിയെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. ബ്ലഡായിട്ടാണ് കാണിക്കുക ഗൈസ്. നമ്മൾ കാണാത്ത ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഷോട്ടായിട്ട് മറ്റേ സൗബിൻ എനിക്ക് ആ കൂലി വേണമെന്ന് പറയുന്ന ഷോട്ടാണ് ബേസ്. നമ്മൾ നേരത്തെ കണ്ട സൗബിൻ ഒരു കണ്ടെയ്നറിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഷോട്ടായിട്ട് അവർ കാണിക്കുന്നത് ആക്ച്വലി കുറേ പേര് ഓടുന്നവരാണ്. അത് ആക്ച്വലി രജനീകാന്തിനെ പിടിക്കാനൊന്നുമല്ല. നാഗാർജുന ഒരാളെ കൊല്ലുമ്പോൾ അത് പേടിച്ച് ആൾക്കാർ ഓടുന്നതാണ് ഗൈസ്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നാഗാർജുനയുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു ചെറിയൊരു ചെയറാണ് ഗൈസ്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ആദ്യം വിളിച്ചത് വലിയ മോഡലാണെന്നോ, അല്ല, അതൊരു ചെറിയ സെമി മോഡലായിട്ട് അവർ കാണിച്ചേക്കുവാണ് ഗൈസ്. നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഒരു ചെയറുണ്ട്, കുറേ ഷോക്കിൻ്റെ സംഭവം. ഇനി ഷോക്ക് അടിപ്പിക്കുന്ന എന്തെങ്കിലും ചെയറാണോ, അത് ടൈം ട്രാവലിൻ്റെ സംഭവം വല്ല ആണോ, എന്തുവാണെന്ന് അറിയാം. ഇവിടെ റീകോയിനുണ്ട് ഗൈസ്. നിങ്ങൾ ഈ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ ഷോട്ടിൽ നോക്കി അവിടെയും കാണാം ഈ റീകോയിൽ. ആ കസേര ആണെന്ന് തോന്നുന്നു ഗൈസ് ഇവിടെ ഉള്ളത്. പക്ഷെ അവിടെ ഫുള്ള് പുകയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്തോ അവിടെ ഉള്ളതെന്നൊന്നും അറിയത്തില്ല. അപ്പം അതുപോലെ തന്നെ ആ ഷോട്ട് കഴിഞ്ഞിട്ട് ആരുടെ ദേഹത്ത് എന്തോ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നതാണ് ഗൈസ്.
എന്നാലും വേറൊരാളാണ് നമ്മൾക്കറിയാത്ത ഒരു ക്യാരക്ടറിൻ്റെ തൊണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പുള്ളി ഒരു ചെക്ക് ഷർട്ടാണ് ഇട്ടേക്കുന്നത്. എന്തോ കുത്തുമ്പന്ത് വെയിൻസിൽ കൂടെ എന്തോ മരുന്ന് കയറുന്ന പോലെ എന്തോ കാണിക്കുന്നുണ്ട് ഗൈസ്. അത് നമുക്കറിയത്തില്ല. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നാഗാർജുനയുടെ ഞാൻ പറഞ്ഞ മറ്റേ സംഭവമാണ്. പിന്നെ ഇവിടെ പുള്ളി എന്തോ ചെയ്യുമ്പം സത്യരാജനെയാണ് ഗൈസ് കാണിക്കുന്നത്. സത്യരാജ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പം സത്യരാജ് എന്തോ നോക്കി ചിരിക്കുന്നുണ്ട് ഗൈസ്. പുള്ളിയുടെ എക്സ്പെരിമെൻ്റ് വർക്കായതാണോ അങ്ങനത്തെ എന്തോ സംഭവമാണ് ആക്ച്വലി കാണിക്കുന്നത്. ചിലപ്പോൾ പുള്ളിയുടെ എക്സ്പെരിമെൻ്റ് വർക്കായി പുള്ളിയെ തട്ടിക്കൊണ്ട് പോകുന്ന എന്തോ സംഭവമാണെന്ന് തോന്നുന്നു ആക്ച്വലി ഗൈസ്. അപ്പോൾ സത്യരാജ് അങ്ങനെ എന്തോ എക്സ്പെരിമെൻ്റ് ചെയ്ത് സക്സസ് ആയതിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സത്യരാജിനെ എന്തോ പിടിച്ചുകൊണ്ട് പോകുന്ന എന്തോ സംഭവമാണെന്ന് തോന്നുന്നു ഗൈസ് കഥ. അപ്പം അത് കഴിഞ്ഞിട്ട് താണ്ട ഗൈസ് ആ ഷോട്ടാണ് നമ്മൾ കാണുന്നത്. സൗബിൻ്റെ നിന്ന് കൂലി വേണമെന്ന് പറയുന്ന ഷോട്ടാണ് ഗൈസ് കാണിക്കുന്നത്. ഇവിടെ കുറേ വർക്കേഴ്സ് ഇപ്പോൾ ഉണ്ട്. ചിലപ്പോൾ ഈ ഷോട്ട് നമ്മളെ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള ഷോട്ടായിരിക്കും. കാരണം പുള്ളി ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് നാഗാർജുന വരുന്ന ഷോട്ടായിരിക്കാം ചിലപ്പോൾ ഇത്. ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇതേ കിങ് പിൻ നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടൻറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും. പുള്ളി കയറിയിരിക്കുന്ന രണ്ട് കിങ് പിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനാണ് ഗൈസ്. നിങ്ങൾ ആ ഗ്രേഡിയൻ ടെക്സ്ചർ കണ്ട അത് കാണിക്കുന്ന കുറേ കൂലികൾ പോലീസുകാരെ തള്ളിയിരുന്നതൊക്കെ ആയിട്ട് പോലീസുകാരിങ്ങനെ എന്തോ സമരം ചെയ്യുന്ന എന്തോ സംഭവമായിട്ടാണ് അവർ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാഗാർജുന ഇതിൻ്റെ അകത്ത് വലിയൊരു ബിസിനസ് മാൻ ആണെന്ന് ഉറപ്പിച്ച് പറയാം. കാരണം പുള്ളി നല്ല റിച്ച് ആയിട്ടുള്ള എന്തോ സംഭവം. ഇതിൻ്റെ അകത്ത് ഗോൾഡ് വാച്ച് സ്മഗ്ലിംഗ് ആണോ എന്തുവാണെന്ന് അറിയത്തില്ല ഗൈസ്. ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ഇത് നാഗാർജുന നടന്നു വരുന്നതാണ് ഗൈസ്. പുള്ളിയുടെ ജെറ്റിലേക്ക് എന്തോ പ്ലെയിനിലേക്ക് എന്തോ കയറാൻ പോകുന്ന ഒരു ഷോട്ടാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ദേവയുടെ മാൻഷൻ്റെ അകത്ത് എന്ന് വെച്ച് ദേവ നിൽക്കുന്നു. നമ്മുടെ രജനീകാന്തിൻ്റെ ക്യാരക്ടറായ ദേവയുടെ വീട്ടിലേക്ക് കുറേ ഗുണ്ടകൾ വരുന്നതാണ്. ഈ എന്തോ പുള്ളി ചെയ്ത് എന്തോ എന്തോ വരുന്നതിന് കുറേമാർ കയറി വരുന്നുണ്ട്. എന്നിട്ട് ആ ബിൽഡിങ് നശിപ്പിക്കാൻ വേണ്ടി ബോംബ് വെക്കുന്ന സീനും ഉണ്ട് അതിൻ്റെ അകത്തേക്കും. എൻ്റെ അകത്ത് ഇടയ്ക്ക് നിങ്ങൾ ഷോട്ട് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് അവസാനത്തെ മറ്റേ ലാസ്റ്റ് ട്രെയിലറിൻ്റെ അവസാനം കുറേ കട്ട് ഷോട്ട്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബിൽഡിംഗ് ആണ് അവിടുന്ന് കുറേ പൊട്ടിത്തെറി കാണിക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് ഇത് പുള്ളിയെ കൊല്ലാൻ വേണ്ടി കുറേമാർ കയറി വരുന്നുണ്ട്. ഒരുത്തൻ്റെ ഈ ഡ്രില്ലറൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. നിങ്ങൾ ശ്രദ്ധ 2-3 ഈ ഡ്രില്ലറൊക്കെ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബോംബ് വെക്കുന്നതായിട്ട് കുഴിക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പുള്ളി കയ്യിൽ കെട്ടിക്കുന്ന കൂലിയുടെ നമ്പറിൻ്റെ അകത്ത് തുടയ്ക്കുന്നതായിട്ടാണ്. ഈ ചോര തുടയ്ക്കുന്നതായിട്ടാണ്. ആരെയും ഇടിച്ച് ഇനി പുള്ളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ നമ്പർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ലോകേഷ് പറഞ്ഞായിരുന്നു ഈ നമ്പർ കണ്ട് രജനീകാന്തിനാണെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു പുള്ളി വലിച്ചുകൊണ്ട് പോകുന്നതായി. ഞാൻ ആദ്യം വിചാരിച്ചത് രജനീകാന്താണെന്നാണ്. പുള്ളിയല്ല ഗൈസ്, ഇത് ഉപേന്ദ്രയാണ്. നിങ്ങൾ ഉപേന്ദ്രയുടെ പോസ്റ്റർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ കയ്യിലൊരു കൊക്കി പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പം ഈ സാധനം ഈ പുള്ളിയുടെ കയ്യിൽ എപ്പോഴും കാണും ഗൈസ്. നിങ്ങൾ നോക്കിയാൽ മതി. ഈ പഴയ ഫ്ലാഷ് ബാക്ക് പോർഷൻ ആണെന്ന് തോന്നുന്നു. കാരണം ഇത് പഴയ ഒരു ബസ്സൊക്കെ കുറേ ബസ് കാണിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു കൂലികൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ബസ്സുകളാണെന്ന് തോന്നുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ രജനീകാന്ത് ഒരു കത്തിയുടെ ബാക്കിൽ ഇങ്ങനെ കണ്ണ് കാണിക്കുന്നതാണ് ഗൈസ്. അത് സംഭവം എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ കയ്യിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ രജനീകാന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഷോട്ടിൽ പുള്ളിയുടെ ഒരു കണ്ണ് ഒരു കത്തിയുടെ സൈഡിലായിട്ടാണ് ഗൈസ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഷൂട്ടിംഗ് വീഡിയോ ആയിട്ട് ഒരു കൂലിയുടെ ഒരു പവർ ഹൗസ് എന്നും പറഞ്ഞൊരു വീഡിയോ ഇറക്കിയായിരുന്നു. ആക്ച്വലി അതിൻ്റെ അകത്ത് പുള്ളി 2 മെഷേറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു സീനുണ്ട് ഗൈസ്. ആ സീനാണിത് ആക്ച്വലി. ശ്രദ്ധിച്ച് നോക്കിയാൽ ആ കത്തിയാണ് ഗൈസ്. മറ്റേ നമ്മുടെ റോളക്സിൻ്റെ കത്തി ഉണ്ടല്ലോ, ആ സാധനമാണിത്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആക്ച്വലി പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് 2 ഹെലികോപ്റ്റർ, കുറേ കാറ് കിടക്കുന്നു, ഒരു ടേബിളിൽ കുറേ പേര് ഇരിക്കുന്നു, ഇവിടെ കുറേ പേര് നിൽപ്പുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ 2 പേരും തല കുനിച്ച് നിൽപ്പുണ്ട്, ഇവിടെയും കുറച്ച് പേരുണ്ട് ഗൈസ്. ആൻഡ് ഈ 2 ഹെലികോപ്റ്റർ ഉണ്ട്. ഈ ഒരു ഹെലികോപ്റ്റർ ആരാണെന്ന് അറിയത്തില്ല. ബട്ട് ഈ കറുത്ത ഹെലികോപ്റ്റർ വരുന്നത് അമീർ ഖാനാണ് ഗൈസ്. ദാഹ എന്ന് പറഞ്ഞ പുള്ളിയുടെ ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനോ സംതിങ് ആണ്. ഇനി കിങ് പിൻ എന്ന് വെച്ച് പുള്ളിയാണോ ഉദ്ദേശിക്കുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീനാണ് ഗൈസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മറ്റേ കല്ലറ തുറന്നു നോക്കുന്നതാണ് പുള്ളി. തുടക്കം സൺ പിക്ചേഴ്സ് എന്ന് എഴുതി കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു ശവക്കല്ലറ പോലത്തെ സെമിത്തേരി പോലത്തെ സ്ഥലത്ത് കല്ലറ തുറന്നു നോക്കുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗൈസ് ഇത് ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റ് ഷോട്ട് കാണിക്കത്തില്ല അവർ ഒരു സ്ഥലം, ഒരു ബാറ്, അത് മലയത്താണ് ഗൈസ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഈ ഫോട്ടോയിൽ നാഗാർജുനയുടെ ബാക്കിലുള്ള ഗ്ലാസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ വീഴുന്നത്. അപ്പോൾ ഇതെന്തായാലും മഴ പെയ്യുന്നതായിരിക്കും ഗൈസ്. ആ ഒരു കളറിങ് നോക്കിയാൽ മനസ്സിലാവും. നാഗാർജുന ഇരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ബാർ എന്താ സംഭവമാണ് ഗൈസ്. അത് കഴിഞ്ഞാണെങ്കിൽ ഉപേന്ദ്രയാണ് ഗൈസ്. കണ്ട
ഉപേന്ദ്ര ആക്ച്വലി ഫ്ലാഷ് ബാക്ക് പോർഷനിൽ എന്തോ വരുന്നതാണ്. അത് നിങ്ങൾ പുള്ളിയുടെ കൈ ശ്രദ്ധിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ കയ്യിൽ ആ കൊക്കി പോലത്തെ ഒരു സംഭവം ഉണ്ട് guys. ചൂണ്ട പോലത്തെ ഒരു സംഭവം, അതിൻ്റെ വലിയ സംഭവം ഇപ്പോൾ ഉണ്ട്. ഞാൻ കുറേ ദിവസമുണ്ട് പുള്ളി അഴിച്ച് പുള്ളിയുടെ ഒരു 5 സീൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അയ്യോ എല്ലാം പോയി. വെയിറ്റ് ഈസ് ആ അത് കഴിഞ്ഞിട്ട് ശ്രുതി ഹാസനെയാണ് ഗൈസ് കാണിക്കുന്നത്. ശ്രുതി ഹാസൻ കുറേ ബോഡി മാറ്റുന്നുണ്ട് ഗൈസ്. പുള്ളിക്കാരിയുടെ ഡിഫറെൻറ്റ് ഡ്രസ്സിൽ പുള്ളിക്കാരി ഒരു ബോഡി ഇങ്ങനെ മാറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്തുവാണെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഫെയിലായി പോകുന്നത് വല്ലതായിരിക്കാം. അതിന് ശ്രുതി ഹാസൻ പുള്ളിക്കാരനെ സത്യരാജിനെ സഹായിക്കുന്ന എന്ത് സംഭവമാണ് തോന്നുന്നത് ഗൈസ്. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സത്യരാജ് ഒരു ലിബർ ഒരിക്കുന്നു പറഞ്ഞില്ലേ, ആ സംഭവമാണ് ഗൈസ് ഈ കാണിക്കുന്നത്. അപ്പോൾ അവരെന്ത് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. ഇവിടെ കണ്ണുങ്ങൾക്ക് ഒരു വെട്ടം പോലെ കാണിക്കും, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം ഗൈസ്. പിന്നെ അത് എന്താണ് ഗൈസ്, നമ്മൾ നേരത്തെ അമീർ ഖാൻ്റെ ഇൻട്രൊഡക്ഷനിൽ കാണിച്ച സാധനം തന്നെ. പുള്ളിക്ക് ഗണ്ണ് കിട്ടുന്നു, കുറേ പേര് മാറിയിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് ഇവിടെ ഒരു പുള്ളിക്കാരൻ മാത്രമേ ഇരിപ്പുള്ളൂ. പിന്നെ അമീർ ഖാൻ ഇവിടെ വെടിവെക്കുന്നുണ്ട് ഗൈസ്. പുള്ളി എന്തുവാണ് വെടിവെക്കുന്നത്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു സൗബിനെയൊക്കെ ടീമിനെയൊക്കെ പിടിക്കുന്ന ഒരു സീനായിരിക്കും ഗൈസ്. പുള്ളിയുടെ ഡ്രസ്സ് മാറിയിട്ടില്ല. നിങ്ങളെ ഫൈറ്റ് സീൻ, നിങ്ങളൊരു സീന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ഈ സീൻ കണ്ടോ. ഈ സീനിൽ പുള്ളിക്കാരുടെ ഷർട്ട് നോക്കുക നമ്മുടെ രജനീകാന്തിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് സത്യരാജൻ്റെ മക്കളായിട്ട് ശ്രുതിഹാസൻ മാത്രമല്ല ഗൈസ്, ഇവിടെ ഒരു പുള്ളിക്കാരി ഇപ്പില്ലേ, അതും നമ്മുടെ സത്യരാജിൻ്റെ മോളാണ് ഗൈസ്, അല്ലെങ്കിൽ ശ്രുതിഹാസൻ്റെ അനിയത്തി എങ്ങാണ്ടാണ്. അപ്പോൾ അതാണ് പുള്ളി. ആൻഡ് ഈ സീൻ എന്ന് വെച്ചാലും ഈ സീനിൽ ഒരു പച്ച ഷർട്ടാണെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇവിടെ വരുന്ന സത്യരാജ് ചോദിക്കുന്നുണ്ട് രജനീകാന്ത്, നീ എന്തിനാണ് ഇവിടെ വന്നേന്ന്. ആക്ച്വലി അത് എന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. അത് ചിലപ്പോൾ എന്തിന് ഈ സ്ഥലത്ത് വന്നതെന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തിന് പുള്ളിയെ തേടി വന്നതെന്നായിരിക്കാം, അങ്ങനെ വല്ല ആയിരിക്കാം ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീന് പുള്ളിയുടെ ഒരു ജോക്കറിനെ പോലെ റിസംബിൾ ചെയ്യുന്നൊരു ഔട്ട്ഫിറ്റാണ് ഗൈസ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു അടുത്തുള്ള ഷോട്ടിൽ നോക്കിയാൽ പുള്ളിയെ കാണാൻ പറ്റും. നമ്മുടെ നാഗാർജുന കിടന്ന് സ്ക്രീൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ സ്ക്രീനിലൊക്കെ നോക്കിയാൽ നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ക്രീൻ കാണിക്കുന്നുണ്ട് ഗൈസ്. ഒരുപാട് സ്ക്രീൻ എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഇവരുടെ എന്ത് എക്സ്പെരിമെൻറ്റ് എന്ത് ഫെയിലായതാണോ, രജനീകാന്ത് തടഞ്ഞത് നിന്നുപോയതാണോ, അതുമല്ല ആയിരിക്കാം ഗൈസ്. അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഉപേന്ദ്ര കാണിക്കുന്നു. ഉപേന്ദ്ര കണ്ണിങ്ങനെ നീങ്ങുന്നത് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഫ്ലാഷ് ബാക്ക് അല്ല, ഇത് ഇപ്പോഴത്തെ കാലത്താണ്. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് ഉപേന്ദ്ര ഈ കാലത്ത് ഉണ്ടെന്ന് പറയാൻ, നിങ്ങൾ ലാസ്റ്റ് ഒരു ഷോട്ടുണ്ട്, രജനീകാന്ത് ഒരു സിഗരറ്റ് വലിച്ച് വരുന്ന ഒരു ഷോട്ടില്ലേ, ഇവിടെ ശ്രുതി ഹാസൻ, ഇത് സത്യരാജ്, ഇതെന്തായാലും ഉപേന്ദ്രയായിരിക്കും ഗൈസ്. പുള്ളിയുടെ അത് തൊട്ട് ബാക്കി ഇരിക്കുന്നത് ഉപേന്ദ്രയാണ്, അത് ഉറപ്പാണ്. പുള്ളിയെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് ദിസ് ഷോട്ട് ഇത് നമ്മുടെ അമീർ ഖാൻ്റെ എൻട്രിയാണ് ഗൈസ്. പുള്ളി കുറേ പട്ടിയായിട്ട് വരുന്നൊരു സീനുണ്ട്, പുള്ളി ഇങ്ങനെ പട്ടികളുടെ അടുത്ത് ഇരിക്കുന്നതായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഷോട്ടാണ് ഇതും തരുന്നത്. ആൻഡ് ഇത് ആ ഫൈറ്റാണ് ഗൈസ്. നിങ്ങൾ കൈ നോക്കിയാൽ കാണാൻ പറ്റുക കുക്കി പോലത്തെ സംഭവം. അപ്പോൾ ഇത് ബസ്സിൻ്റെ അകത്ത് ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പോൾ ദേവയ്ക്ക് ഒരു നല്ല പാസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് എൻ്റെ ഫൈൻഡിങ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. പിന്നെ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാൻ പറ്റും, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ഇടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.